നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഉഗ്രൻ സോളോ പെർഫോമൻസിലാണ്. ആരുടെ ടീമിലാണ് പെർഫോം ചെയ്യാൻ വരുന്നത്? വെൽ എന്റെ ടീമിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അശ്വിൻ. ലെറ്റ്സ് വെൽക്കം അശ്വിൻ. അശ്വിനെ, ഒരു തീപ്പൊരി ചലഞ്ച് റൗണ്ട് കഴിഞ്ഞിട്ടാണ് അളിയൻ വരുന്നത്. ഓ, പൊളിച്ചടുക്കിയിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, സോളോ റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇന്ദുമ്മ, നിങ്ങൾ ഇന്ദുമ്മയെ നോക്കിയേ, രാജമാതാ ശിവകാമി ദേവിയെ പോലെ പ്രൗഢിയോടിരിക്കുന്നുണ്ടോ? ഏയ്, മറ്റേ തലയില കറിച്ചട്ടി കൂടെ വെച്ച് കാര്യം ഒരു പന്തം കൂടെ കൊടുത്ത് നടത്തിയായിരുന്നെങ്കിൽ പൊളിച്ചാന്. ശിവകാമി ദേവി, 2 ഡയലോഗ്, കമോൺ. അശ്വിൻ, മംഗളങ്ങൾ നേരുന്നു എന്ന ചിത്രത്തിലെ കൃഷ്ണചന്ദ്രൻ സാർ പാടിയ അല്ലിയിളം പൂവെന്ന് പറയുന്ന നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു താരാട്ട് പാട്ടാണ് പാടാൻ പോകുന്നത്. മര്യാദയ്ക്ക് പാടില്ലേ നീ? നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ കട്ടപ്പാ? ആരെയാ? ഓ, സിജു ആണോ? നീ പാടപ്പാ. നിംടാ ദൂസര സ്റ്റെൽമി ശുക്വേ. കാളകേന്റെ കൂടെ ആണല്ലോ ഇരിപ്പ്. രാവിലെ മുതല് രാജമാതാ ശിവകാമി ദേവിയായിട്ട് ഇങ്ങനെ ഉലാത്തുവാ ഇവിടെ. ക്യാരക്ടർ മാറ്റാൻ പറ്റുന്നില്ല. അതെ, ഇവിടെയും വീട്ടിലൊക്കെ അത് തന്നെയാണല്ലോ. നേരത്തെ എന്റെ അടുത്ത് ഇങ്ങനെ ആയിരുന്നില്ല ഡയലോഗ്, വേറെ ആയിരുന്നു. എന്തായിരുന്നു? നന്നായി പാടിക്കൊള്ളണം, ഇതുവേ എൻ കട്ടളയെ സാസനം. ഇവരൊക്കെ വേറെ ലെവൽ. പാപ്പാ, ചെക്കൻ പാടാൻ പോവാ. അശ്വിനെ, പൊളിച്ചു പാടറ. ഓൾ ദി ബെസ്റ്റ്. അശ്വിനെ, നമ്മള് പാടി തകർക്കാൻ പോവാണ്. അശ്വിനെ, നമ്മുടെ സരിഗമപ ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ 1-2 സ്ഥാനങ്ങൾ കൂടിപ്പോയാൽ ഒരു 3ാമത്തെ സ്ഥാനത്തിലൊക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരാളാണ് അശ്വിൻ. കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ സ്റ്റഡി പെർഫോമറാണ്. ഗ്രാഫ് അങ്ങനെ താഴെയൊന്നും പോകത്തില്ല. റാങ്ക് 1-ലാണ് നിൽക്കുന്നത്. പക്ഷേ അശ്വിനെ തിരക്കി ഇവിടെ ഒരാളും വന്നിട്ടില്ല, ഒരു ഗസ്റ്റും വന്നിട്ടില്ല. അശ്വിൻ എന്തെങ്കിലും കൊടുക്കാനായിട്ടോ, അശ്വിൻ ഒരു സമ്മാനമൊക്കെ ആയിട്ടോ, അല്ലെങ്കിൽ അശ്വിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. ഇവിടെ ശ്രീജിഷിന് അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, അക്ബറിന് ഉണ്ടായിട്ടുണ്ട്, അല്ലേ? ഇവിടെ ഇവർക്കൊക്കെ ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ ഈ 1ാം റാങ്കുകാരൻ ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ മിസ്സിങ്ങിന് ഇന്നൊരു അറുതി വരുത്താൻ പോവുകയാണ് നമ്മൾ. അശ്വിനെ തേടി ഒരു പെൺകുട്ടി വരികയാണ്. അശ്വിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അശ്വിനുമായിട്ട് ഒരുപാട് അടുപ്പമുള്ള, ഒരുപാട് വർഷങ്ങളായിട്ട് അശ്വിനെ വളരെ അടുത്തറിയാവുന്ന, അശ്വിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി അശ്വിന് വേണ്ടിയിട്ട് മാത്രം ഇന്ത്യയിലേക്ക് വരുന്നു. ഈ സരിഗമപയുടെ ഫ്ലോറിലേക്ക് വരുന്നു. ഇപ്പൊ വരുന്നു, അശ്വിനെ കാണാൻ വരുന്നു. ലെറ്റ്സ് വെൽക്കം ദാറ്റ് ബ്യൂട്ടിഫുൾ ഗേൾ. ഇങ്ങനെയാണെങ്കിൽ വല്ലപ്പോഴും ഒരാൾ വന്നാൽ മതിയല്ലോ. ചാകര ശരിയല്ലോ. ഇവനെ എവിടുന്ന് കിട്ടി? നമസ്കാരം. വെൽക്കം ടു സരിഗമപ ഫാമിലി. അശ്വിനെ ഒരുപാട് നാളായിട്ട് അറിയാവുന്ന ആളാണ്. അതെങ്ങനെയാണ്, ഇതാരാണ് എന്നൊക്കെ ഇയാൾ തന്നെ പറഞ്ഞിട്ട്. എന്താ പേര്? നാസിയ എന്നാണ് എൻ്റെ പേര്. മേ ബി LKG തൊട്ട് 6th വരെ അശ്വിൻ്റെ കൂടെ പഠിച്ചും കോമ്പീറ്റ് ചെയ്തും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതിനുശേഷം ഒരു ലോങ് ഗ്യാപ്പ് ഉണ്ട് ഞങ്ങൾക്കിടയിൽ. ഇൻ ബിറ്റ്വീൻ ചില മീറ്റിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ വളരെ പ്രൗഡാണ് അശ്വിൻ ഇവിടെ നിൽക്കുന്നതിൽ. കാരണം നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആർട്സിന് അത്രയും ഇമ്പോർട്ടൻസ് തരുന്നൊരു സ്കൂളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു ബേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിൽ ഒരാൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ വി ആർ സോ പ്രൗഡ് ഓഫ് ഹിം. നസിയായിട്ട് സ്കൂൾ ടൈം തൊട്ട് ഉള്ള പരിചയമാണ്. അത് ഈ ഇടയ്ക്ക് കൂടി നമ്മൾ ചാറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരുമിച്ച് കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ ഇഷ്ടം പോലെ തവണ ക്ലാസിക്കൽ മ്യൂസിക്കിൽ തോൽപ്പിച്ചിട്ടുണ്ട്. കിടിലൻ സിംഗറാണ്. ഞാൻ 3rd 4th ഒക്കെ വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് അടിച്ചുകൊണ്ട് പോകുന്ന ആളാണ്. കിടിലൻ സിംഗറാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ കാണുന്നത്
6th വരെ ഉണ്ടായിരുന്നു ഒരുമിച്ച്. അത് കഴിഞ്ഞ് വേറെ സ്കൂളിലോട്ട് മാറി. ബട്ട് കലോത്സവ വേദികളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഐ മീൻ ആക്ച്വലി ഒരു നൈസ് സർപ്രൈസ് ആയിരുന്നു. അതാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ സർപ്രൈസ് ഒക്കെ തരും. കൂട്ടത്തിൽ നിനക്ക് ഒരുപാട് സർപ്രൈസുകളൊക്കെ കിട്ടിയതെല്ലാം അശ്വിനുള്ളായിരിക്കും അല്ലേ? എല്ലാം അശ്വിനല്ല. ഓക്കെ, ആദ്യം എല്ലാവരോടും ഒരു ഹായ് ആൻഡ് താങ്ക്സ് ഫോർ വെൽക്കമിങ് മീ ടു ദിസ് ഫ്ലോ. ആൻഡ് അശ്വിന് ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ഈ ഷോൻ്റെ ഒരു വലിയ ഫാനാണ്. ജഡ്ജസിനാണെങ്കിലും എൻ്റെ കയ്യിൽ ഗിഫ്റ്റ് ഉണ്ട്. അവസാനം ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നാസിയ എവിടുന്നാ വരുന്നത്? അത് അശ്വിന്റെ നാട് തന്നെയാണ്, പാലക്കാട് തന്നെയാണ്. പാലക്കാട്. ഇപ്പൊ ഞാൻ വരുന്നത് ദുബൈയിൽ നിന്നാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഐ തോട്ട് ഐ ഷുഡ് കം ബിക്കോസ് അശ്വിൻ വളരെ ടാലൻറ്റഡ് ആണ്. മേ ബി അവന് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ ഓൺ സ്റ്റേജ് ഞാനൊന്നും കാണുന്നില്ല. സോ ഐ തോട്ട് ഐ ഷുഡ് കം ആൻഡ് ഐ ഷുഡ് റെപ്രസെന്റ് എവറിബഡി ഫോർ അശ്വിൻ. അത്രയും എനിക്ക് ഡിയർ ആണ്. ഇതിനു വേണ്ടി മാത്രം വന്നതല്ലേ? ഇതിനു വേണ്ടി മാത്രം വന്നു. സൂപ്പർ സൂപ്പർ. താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടെ, അപ്പോൾ കണ്ടിന്യൂ ചെയ്തിരുന്നോ പാട്ട് നാസിയ? പാട്ട് ഒരു സ്റ്റേജ് എത്തിയപ്പം നിർത്തേണ്ടി വന്നു. കാരണം എനിക്കൊരു സപ്പോർട്ട് എന്നുള്ളത് ഫാമിലിയിൽ നിന്ന് കിട്ടാനുള്ളൊരു മെയിൻ സോഴ്സ് എൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ ഞാനൊരു 10th ഒക്കെ പഠിക്കുമ്പം അച്ഛൻ ഞങ്ങളെ വിട്ട് പോയി. അപ്പം വീട്ടിൽ ബ്രദേഴ്സും അങ്ങനെ സപ്പോർട്ട്, അങ്ങനെ ബ്രദേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനൊരു സപ്പോർട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ നമ്മള് അശ്വിന്റെ പെർഫോമൻസ് കണ്ട് ആദ്യം എൻജോയ് ചെയ്യുക, എന്നിട്ട് നമ്മൾ നാസിക്ക് ഒരു ചാൻസ് തരുന്നത്. ഓക്കെ. അപ്പൊ ഇത് അശ്വിന്റെ കൈ കൊണ്ട്, സോറി, നാസിയുടെ കൈ കൊണ്ട് തന്നെ കൊടുത്താട്ടെ അശ്വിൻ. അയ്യോ, ഞങ്ങളുടെ പിള്ളേർക്ക് എന്താ ഉള്ളത് അത് കൊടുക്കും. ഓക്കെ. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നാസിയ, ഒത്തിരി 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 സന്തോഷമുണ്ട് അശ്വിന് വേണ്ടിയിട്ട് ഈ ഫ്ലോറിൽ വന്ന് നമുക്ക് ഗിഫ്റ്റ് തന്നതിലല്ല, ഇവിടെ വരാൻ കാണിച്ച മനസ്സിന് ഒരുപാട് 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 നിറഞ്ഞ കൈയ്യടി തരുന്നു. നമ്മൾ അശ്വിന്റെ പാട്ട് കേട്ട് എൻജോയ് ചെയ്യുന്നു. അശ്വിൻ ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ ഇരിക്കുക. നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഓക്കെ, പ്ലീസ്. താങ്ക് യു.